Hey hello guys, welcome back. In this video how to make easy wool farm in Minecraft. So അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും സാധനങ്ങളാണ് ഈ ഒറ്റ ഫാം ഉണ്ടാക്കാൻ ആവശ്യം. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും വൂള് കിട്ടും. അപ്പോൾ നമുക്ക് നേരെ ഫസ്റ്റ് സ്റ്റെപ്പിലോട്ട് കടക്കാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഇതുപോലെ 3x3 ഒരു കുഴി എടുക്കുക. നല്ല വൃത്തിയിലെടുക്കണം, ഇതുപോലെ ഒന്നും ആക്കി എടുക്കരുത്. സോ നിങ്ങൾ ആദ്യം ഇതുപോലെ കുഴി എടുക്കുക. ഓക്കെ ഗൈസ്, അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ അടിയിലോട്ട് 2 ബ്ലോക്ക് ഇതുപോലെ ഡീപ്പിൽ കുഴിച്ചു കൊടുക്കുക. സോ നമുക്കിതിനകത്ത് നമ്മുടെ കാര്യങ്ങൾ പരിപാടിയൊക്കെ എൻജിൻ ഇതിനകത്താണ് മെയിൻ ചെയ്യാൻ പോകുന്നത്. നമ്മളെ ഷീപ്പിൻ്റെ വൂളൊക്കെ ഇതിനകത്താണ് വരിക. സോ ഓക്കെ, അപ്പോൾ നിങ്ങൾ നേരെ ഇതേപോലെ കിടിലം പോലെ ആക്കിയെടുക്കുക. അപ്പോൾ നമുക്ക് നേരെ അടുത്ത സ്റ്റെപ്പിലോട്ട് എടുക്കാം. ഇനി ഇവിടെ നിന്ന് ഒരു ബ്ലോക്ക് സ്കിപ്പ് അടിച്ച് നമുക്ക് ഇതിനകത്തോട്ട് ഇറങ്ങണമല്ലോ. എന്നിട്ട് താഴോട്ട് 2-3 ബ്ലോക്ക് കുഴിക്കുക. നിലത്തിറങ്ങി 2 ഇവിടെ നിന്ന് ഓപ്പൺ ആക്കുക. സോ ഇത് മൈൻഡ് ആക്കേണ്ടത്, ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻ്റ് ആണ്, അതങ്ങ് അടച്ചേക്കാം. സോ എന്നിട്ട് നിങ്ങൾ ഇതിൻ്റെ അകത്ത് വരിക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങോട്ട് കയറണമല്ലോ. നിങ്ങൾ നേരെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ലാഡർ വേണം. ലാഡർ എടുത്തിട്ട് ഇതേപോലെ അവിടെ ഏണി വെച്ച് കൊടുക്കുക. സുഖമായിട്ട് കയറും ഇറങ്ങും നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ ഗൈസ്, അടുത്തായിട്ടാണ് നമ്മൾ മെയിൻ പരിപാടി. ഒരു ചെസ്റ്റ് ഇങ്ങനെ വെക്കുക. എന്നതിന് ശേഷം നിങ്ങളുടെ ഹോപ്പർ എടുത്ത് ആ ചെസ്റ്റിലോട്ട് കണക്ട് ചെയ്ത് തന്നെ വെക്കണം. ശ്രദ്ധിക്കുക, കണക്ട് ചെയ്ത് തന്നെ വെക്കുക. പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള ഒരു റെയിൽ എടുക്കുക, ക്രൗച്ച് ചെയ്തിട്ട് അതിനകത്ത് വെക്കുക. പിന്നെ മൈൻ കാർട്ട് വിത്ത് ഹോപ്പർ അതും അങ്ങ് വെച്ച് കൊടുത്താൽ നമ്മുടെ മുകളിലത്തെ പരിപാടി കംപ്ലീറ്റ്ലി കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ നമ്മൾ നേരെ ടോപ്പിലോട്ട് വരിക. ഡർട്ട് എടുത്തിട്ട് ഇതിൻ്റെ മോൾ ഭാഗം കംപ്ലീറ്റ് നിങ്ങളിങ്ങനെ അടച്ച് ക്ലോസ് ആക്കുക. ഓക്കെ, സോ ഓക്കെ, പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിൻ്റെ സെൻറ്റർ ബ്ലോക്ക് അത് നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ ഇതാണ് സെൻറ്റർ. ഞാൻ അതിൻ്റെ മുകളിൽ തൽക്കാലം മാർക്ക് ചെയ്യാൻ ഒരു റെയിൽ വെച്ചിട്ടുണ്ട്. കാരണം സെൻറ്റർ ബ്ലോക്ക് പോയി അതിനകത്താണ് നമ്മളെ ഷീപ്പിനൊക്കെ നിർത്തേണ്ടത്. പിന്നെ നിങ്ങൾ സെൻറ്റർ ബ്ലോക്കിൽ നിന്ന് തൊട്ടിപ്പുറത്തെ ബ്ലോക്ക് കുഴിക്കുക. ഒരു ഒബ്സർവർ എടുത്ത് അതിൻ്റെ ആരോ മാർക്ക് നേരെ നമ്മളെ നോക്കി നിൽക്കുന്ന രീതിയിൽ ഇതുപോലെ വെക്കുക. പിന്നെ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഒരു ഡിസ്പെൻസർ എടുക്കുക. നമ്മൾ ഇതിൻ്റെ ഇവിടെ വെക്കുക. അവിടെയല്ല വെക്കേണ്ടത്, അതിൻ്റെ തൊട്ട് മുകളിലാണ് വെക്കേണ്ടത് കേട്ടോ. സോ കറക്റ്റ് അതിൻ്റെ മുകളിൽ ക്രൗച്ച് ചെയ്തിട്ട് വെക്കുക. സോ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഗ്ലാസ് വെച്ചിട്ട് നമ്മളെ ഷീപ്പിനെ നിർത്താൻ ഒരു കൂട് പോലെ ഇങ്ങോട്ട് സെറ്റ് ചെയ്ത് വെക്കണം. സോ അത് 2 ബ്ലോക്ക് ഹൈറ്റിൽ ചെയ്താൽ മതി. പിന്നെ നമുക്ക് കുറച്ച് വൃത്തി വേണമെങ്കിൽ നിങ്ങൾക്ക് നല്ല എന്താ പറയുക ഡൈയൊക്കെ ആഡ് ചെയ്ത കിടിലം പോലത്തെ ഗ്ലാസ് വെച്ച് ആഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്യാം. സോ ഓക്കെ, അടുത്തായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് എന്തെങ്കിലും സ്റ്റെപ്പ് ഉണ്ടാക്കിയിട്ട് ഒരു ഷീപ്പിനെ ഇതിനകത്തോട്ട് ഇടുക. സംഭവം സിമ്പിൾ പണിയാണ്. ഞാനിപ്പോൾ എഗ്ഗ് വെച്ച് സ്പോൺ ആക്കിയിട്ടുണ്ട്. സോ ഓക്കെ, അപ്പോൾ ഇതിനകത്തൊരു ഷീപ്പുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒരു ട്രാപ്പ് ഡോർ വെച്ച് അടയ്ക്കുക. സോ ഇനി നമ്മളൊരു റെഡ് സ്റ്റോൺ എടുത്തിട്ട് അതിൻ്റെ കറക്റ്റ് ഒരു ഡിസ്പെൻസറിൻ്റെ പുറകിലാക്കി വെക്കുക. എന്നിട്ട് ഷീർ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ വെക്കുക. സോ ഇത്രയുള്ള പരിപാടി നമ്മുടെ വൂൾ ഫാം ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. സോ ഓക്കെ, അപ്പം ഞാനിനി നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്ന കുറച്ച് നേരം AFK നിന്നിട്ടുള്ള കുറച്ച് വിഷ്വൽസാണ്. നമ്മൾ ഈ ഒരു ചെസ്റ്റ് തുറക്കുമ്പോൾ കണ്ടോ, ഞാൻ കുറച്ച് നേരം AFK നിന്നപ്പോൾ തന്നെ 27 വൂൾ കിട്ടി. നിങ്ങൾക്ക് നെതറേറ്റ് മൈൻ ചെയ്യാനും ഒക്കെ ഇത് ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത ഏത് ഫാം വേണമെന്ന് കമൻറ്റ് ചെയ്യും.